കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് മൈനസിലാണ്. 5 ദിവസമായിട്ട് അവിടുത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ അറ്റ്ലാന്റ ഫെഡ് GDP അവിടുത്തെ ഫോർകാസ്റ്റ് കട്ട് ചെയ്തതാണ് പ്രധാനപ്പെട്ട നെഗറ്റീവ് സെന്റിമെന്റ്സിന് കാരണം. അതുകൂടാതെ ടെക്നോളജി ഷെയർസിലും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുവരുന്നുണ്ട്. ഇന്ന് GNX നിഫ്റ്റി ഏതാണ്ട് 120ഓളം പോയിന്റ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. നിഫ്റ്റി ഏതാണ്ട് 24,100 ലെവലിലാണ് ഓപ്പൺ ചെയ്യുമെന്ന് കരുതുന്നത്. 24,020, 23,930, 23,850 ലെവലിൽ സപ്പോർട്ടുണ്ട്. റെസിസ്റ്റൻസ് കാണുന്നത് 24,220, 24,270, 24,350 ലെവലുകളാണ്. ബാങ്ക് നിഫ്റ്റി 51,800, 52,050 ലെവലിൽ റെസിസ്റ്റൻസും സപ്പോർട്ട് 51,440, 51,130 ലെവലുണ്ട്. ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്താലും മാർക്കറ്റ് ഒന്ന് തിരിച്ച് കയറുമെന്ന് കരുതുന്നു. ഓട്ടോ സെക്ടറും IT സെക്ടറും അല്പം ബുള്ളിഷായിട്ട് നിൽക്കുന്നു. ഓട്ടോ സെയിൽസ് നല്ല രീതിയിലാണ് വന്നത്. IT കമ്പനികളുടെയൊക്കെ ടാർഗറ്റ് മിക്ക റേറ്റിംഗ് ഏജൻസികളും ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് വരാനാണ് സാധ്യത. അതുപോലെ തന്നെ PMI ഡാറ്റ ഇന്നലെ വന്നത് പോസിറ്റീവാണ്. മാനുഫാക്ചറിങ് സെക്ടറൊക്കെ വരുന്ന ക്വാർട്ടറുകളിലൊക്കെ മികച്ച പെർഫോമൻസ്, പ്രത്യേകിച്ച് എക്സ്പോർട്ട് കമ്പനികളൊക്കെ കാഴ്ചവെക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് അവിടെയുണ്ട്. അതുകൂടാതെ FIIs, DIIs, പ്രോ ട്രേഡേഴ്സ് എല്ലാം അവരുടെ ഷോർട്ട് പൊസിഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ ആ പൊസിഷൻ കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 86% ആയിരുന്നത് 80%, 65% 58%ഒക്കെ കുറച്ചിട്ടുണ്ട്. അവരുടെ സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവായിട്ട് തന്നെയാണ് പല ഡേറ്റകളും സൂചിപ്പിക്കുന്നത്. എങ്കിലും മാർക്കറ്റിൽ പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ട്. ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കാവുന്നതാണ്.